ഏവർക്കും അച്ചായൻസ് ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാൽ പഴംപൊരിയാണ്. പാലും പഴവും ഉപയോഗിച്ച് ഒരു അടിപൊളി 4 മണി പലഹാരം. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. അധികം ആരും ഉണ്ടാക്കിയിരിക്കാൻ ചാൻസ് ഇല്ല. അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഇതുണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് 2 റോബസ്റ്റ് പഴമാണ്. ഇതില്ലെങ്കിൽ സാധാ ചെറുപഴം ഉപയോഗിക്കാം, അല്ലെങ്കിൽ നേന്ത്രപ്പഴം ഉപയോഗിക്കാം. നേന്ത്രപ്പഴം ഉപയോഗിക്കുകയാണെങ്കിൽ അത് പുഴുങ്ങിയിട്ട് വേണം ഉപയോഗിക്കാം. ചെറുപഴം അല്ലെങ്കിൽ റോബസ്റ്റ് പഴമാണ് ഏറ്റവും നല്ലത്. നമ്മൾ പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിരിക്കുകയാണ്. ഇതുപോലെ വളരെ കുഞ്ഞിതാക്കരുത്, ഒരല്പം കനത്തിൽ. അതിനുശേഷം നമുക്കിത് മുക്കിയെടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു മുട്ട പൊട്ടിച്ച് നല്ലവണ്ണം കലക്കിയെടുക്കുക. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം നിങ്ങൾക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അത് നല്ലവണ്ണം കലക്കിയെടുക്കുക. അതിലേക്ക് ഫ്ലേവറിന് വേണ്ടി അല്പം ഏലക്ക പൊടിച്ചത് ചേർക്കുക. അതിനുശേഷം അതിലോട്ട് ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നല്ല മാവ് പരുവത്തിൽ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് അല്പം എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പഴത്തിൻ്റെ ഓരോ കഷ്ണങ്ങളെടുത്ത് ഈ മാവിൽ നല്ലവണ്ണം മുക്കി ഫ്രൈയിങ് പാനിലോട്ട് വെച്ച് കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിനിടയിൽ സെറ്റ് ചെയ്ത് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അല്പം ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറിയതിന് ശേഷം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പഴംപൊരിയേക്കാളും നല്ലൊരു ടേസ്റ്റിൽ നമുക്കിതിന് കഴിക്കാം. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക.